ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും ക്യൂട്ടാട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു കുഞ്ഞു വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ നമ്മുടെ ഓർക്കിഡൊക്കെ നല്ല ഉഷാറായി വന്നിട്ടുണ്ട്. ഓർക്കിഡിന് പറ്റിയ ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ. നല്ല മഴയും നല്ല തണുപ്പൊക്കെ ഉള്ള സമയമാണ്. ഈ സമയത്ത് നമ്മൾ നന്നായിട്ട് ഫെർട്ടിലൈസർ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സെപ്റ്റംബറൊക്കെ ആകുമ്പോഴേക്കും നിറയെ ടിക്കീസും ബഡ്സൊക്കെ വരും. എൻ്റെ അടുത്ത് അധികം ചെറിയ സീഡ്ലിങ്സ് ആണ്, എന്നാലും മാക്സിമം ഫ്ലവർ വരാറായതിലൊക്കെ നമുക്ക് ഫ്ലവർ വരുത്തണം. അതിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഞാൻ. അപ്പോൾ ഞാൻ ഇന്ന് ഒരു ഫെർട്ടിലൈസറാണ് കൊടുക്കാൻ പോണത് കേട്ടോ. ഈ സമയത്ത് നമ്മൾ ജൈവം ഉപയോഗിക്കാനേ പാടില്ല. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ന്യൂട്രിനൈൻ എന്ന് പറയുന്ന ഒരു മൈക്രോ ന്യൂട്രിയൻസിൻ്റെ ഒരു ഫെർട്ടിലൈസറാണ്. ഇതിൽ 9 ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ന്യൂട്രിയൻസും നമുക്ക് നമ്മുടെ പ്ലാന്റ്സിന് ഒഴിച്ചു കൂടാൻ പറ്റാത്ത മൂലകങ്ങളാണ് കേട്ടോ. ഇതിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്ലാന്റിൻ്റെ സൈസും അതേപോലെ പ്രായമൊക്കെ അനുസരിച്ചാണ് കണക്കാക്കുന്നത് കേട്ടോ. ഞാനിവിടെ 5 ലിറ്ററിൻ്റെ സ്പ്രെയർക്ക് 1.5 സ്പൂണ് ഫെർട്ടിലൈസറാണ് എടുക്കുന്നത് കേട്ടോ. ഞാനിത് എൻ്റെ എല്ലാ ഓർക്കിഡിനും കൊടുക്കുന്നുണ്ട്, ഒരേപോലെ തന്നെയാണ് കൊടുക്കുന്നത്. സീഡ്ലിങ്സിന് വേറെയോ അല്ലെങ്കിൽ പിന്നെ മെച്യൂർ പ്ലാന്റ്സിന് വേറെ ആയിട്ടില്ല, എല്ലാത്തിനും ഇതേ അളവിലാണ് കൊടുക്കുന്നത് കേട്ടോ. ഇത് ഞാൻ വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ എല്ലാത്തിനും ഒരേപോലെ കൊടുക്കുന്നത്. ഇനി നമുക്ക് എല്ലാ പ്ലാന്റ്സിനും ഒന്ന് സ്പ്രേ ചെയ്യട്ടെ. സ്പ്രേ ചെയ്യുമ്പോൾ നമ്മൾ വേരും ലീഫും അങ്ങനെ എല്ലാ പ്ലാന്റ്സിൻ്റെ എല്ലാ ഭാഗവും പിന്നെ നനയണ പോലെ തന്നെ ചെയ്യണം കേട്ടോ. ഞാൻ എൻ്റെ എല്ലാ ഓർക്കിഡ്സിനും 15 ദിവസത്തിലൊരിക്കലോ അല്ലെങ്കിൽ 1 മാസത്തിലൊരിക്കലെങ്കിലും ഈ മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കാറുണ്ട് കേട്ടോ. കാരണം ചില പ്ലാന്റ്സ് നമ്മൾ എത്ര നന കൊടുത്തിട്ടോ അല്ലെങ്കിൽ എത്ര ഫെർട്ടിലൈസർ ചെയ്തിട്ടോ ഒരു മുരടിച്ച അവസ്ഥയിലാവും ഉണ്ടാവുക. അങ്ങനെയൊക്കെയുള്ള പ്ലാന്റ്സിനൊക്കെ ഈ മൈക്രോ ന്യൂട്രിയൻസിൻ്റെ കുറവ് മൂലമാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് കൊടുക്കാൻ തുടങ്ങിയതോട് കൂടിയിട്ട് എൻ്റെ എല്ലാ സീഡ്ലിങ്സിനും നല്ല മാറ്റം വന്നിട്ടുണ്ട്. എല്ലാത്തിനും ഒരു പുത്തൻ ഉണർവ് ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മൾ സാധാരണ രാസവളം അല്ലെങ്കിൽ എന്ത് ഫെർട്ടിലൈസർ കൊടുക്കുകയാണെങ്കിലും അതിന് മുന്നേ ചെടികൾ നന്നായിട്ട് നനയ്ക്കണം എന്നാണ് പറയാറുള്ളത്. പക്ഷേ നമ്മളിപ്പോൾ നല്ല മഴയും അതേപോലെ തണുപ്പൊക്കെ ആയതുകൊണ്ട് ഞാൻ ആദ്യം നനച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ ചെയ്യണം എന്നാണ് പറയുക, പക്ഷെ ഞാൻ ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ ഞാൻ ചെയ്യണതാണ് ശരിയെന്ന് നിങ്ങളാരും തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. പിന്നെ അതുപോലെ തന്നെ 8 മണിക്ക് മുന്നേ ഫെർട്ടിലൈസർ കൊടുക്കണം, അതേപോലെ നനയ്ക്കുന്നതും 8 മണിക്ക് മുന്നേ ആവണം എന്നൊക്കെ പറയാം. പക്ഷേ 8 മണിക്ക് മുന്നേ എനിക്കിതുവരെയായിട്ട് ഫെർട്ടിലൈസർ കൊടുക്കാനോ നനയ്ക്കാനോ പറ്റിയിട്ടില്ല. മിക്കവാറും വളരെ അപൂർവം ദിവസങ്ങളിൽ ചിലപ്പോൾ പറ്റാറുണ്ട്. പക്ഷേ മിക്കവാറും ഒരു 10 മണിക്ക് മാക്സിമം ഞാൻ 10 മണിക്ക് മുന്നേ തന്നെ ചെയ്യാൻ നോക്കാറുണ്ട്. ചിലപ്പോൾ 10 മണി കഴിയും 11 മണിക്ക് എനിക്ക് നനയ്ക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.